ഹലോ, വെൽക്കം ബാക്ക് ടു ആർട്ട് ഓഫ് ബീങ് ഹാപ്പി. ഇനി 2 ദിവസം കഴിഞ്ഞാൽ വിഷു ആണ്, നമ്മുടെ മലയാളം ന്യൂ ഇയർ. ഇന്ന് നമുക്ക് അതുമായി റിലേറ്റ് ചെയ്ത് സംസാരിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനവും പ്രതീക്ഷയും നിറയുന്ന കാര്യങ്ങൾ. നമ്മൾ കണി വെച്ച് അത് രാവിലെ കാണുന്നു. അന്നത്തെ ദിവസം നമ്മൾ ആദ്യമായി കാണുന്നത് വിഷുക്കണിയാണ്. അത് മനോഹരവും തെളിച്ചമുള്ളതും ശുഭകരവുമാണ്. വർഷത്തിന്റെ ആദ്യം കാണുന്ന കാഴ്ചയാണ് വർഷം മുഴുവനും നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസവും രാവിലെ നമ്മൾ നമുക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് തിങ്സിനെ കാണാൻ ശ്രമിക്കണം, വറീസിന് പകരം. ദിസ് സിമ്പിൾ പ്രാക്ടീസ് ഇസ് ദ റിയൽ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്. വിഷു എന്നാൽ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ മനസ്സോടെ പുതുവർഷത്തെ സ്വാഗതം ചെയ്യുക എന്നാണ്. ഈ വിഷു ദിനത്തിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആരോഗ്യവും ഉണ്ടാകട്ടെ. എല്ലാവർക്കും അഡ്വാൻസായി വിഷു ആശംസകൾ. ഇന്ന് ഞാൻ ഒരു ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 250 ഗ്രാം ഇഞ്ചി വാങ്ങിച്ച് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ലെമൺ സൈസ് പുളി എടുത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് ഇഞ്ചിക്കറിക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. ബാക്കിയുള്ളവ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം. ഇനി ഒരു ചട്ടിയിൽ ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി ഫ്രൈ ചെയ്തെടുത്തിട്ട് അതേ എണ്ണയിൽ തന്നെ ബാക്കി നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും ഫ്രൈ ചെയ്തെടുക്കണം. നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും കൊച്ചുള്ളിയും ഞാനിവിടെ നന്നായി ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ടു. 2 തണ്ട് കറിവേപ്പില ഇടും. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്കുള്ള എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുന്നു. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തത് ഇത് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. മഞ്ഞൾപ്പൊടി ഇടുന്നു, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി ഇടുന്നു. ഇനി അടുപ്പ് ചെറിയ ലോ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. നന്നായി മിക്സ് ചെയ്തിട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ ശർക്കരയും ഇട്ട് കൊടുക്കുന്നു. നന്നായി മിക്സ് ചെയ്യണം. ഇപ്പം ശർക്കര എല്ലാം മെൽറ്റായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കുക്കാവണം. ഇത് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. തിളച്ച് വന്നിട്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം 7 മിനിറ്റായി. ഇനി നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വിഷു അടുക്കാറായതുകൊണ്ട് വിഷു സദ്യയിലുള്ള ഒരു മെയിൻ ഐറ്റമായ ഇഞ്ചിക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഞാൻ വീണ്ടും വേറൊരു റെസിപ്പിയുമായി അടുത്ത ആഴ്ച വരാം. Till then, bye bye.